ഡോക്ടർ എസ് എസ് ലാൽ, അങ്ങനെ ഇതിപ്പോൾ നോക്കൂ, ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു, നമ്മൾ അതുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു, ഒരു ആരോഗ്യ സംവിധാനം മുഴുവൻ അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു. അതിനിടയിൽ വ്യാജ പ്രചാരണങ്ങളുടേതായിട്ടുള്ള ഇടം നമ്മുടെ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അതുണ്ടാവും, വ്യാജപ്രചരണം ഉണ്ടാകും. സർക്കാർ വ്യാജപ്രചരണം നടത്താറുണ്ട്, സർക്കാരിനെതിരായിട്ടും പല വ്യാജപ്രചരണം നടത്താറുണ്ടായിരിക്കും. അത് എനിക്ക് ആ വിഷയത്തോട് താല്പര്യമില്ല. കാരണം ഇപ്പോൾ നിപ്പയുടെ കാര്യത്തിൽ പോലും സർക്കാർ പറഞ്ഞിരിക്കുകയാണ്, സർക്കാരല്ലാതെ വേറെ ആരും ഗവേഷണം നടത്താൻ പാടില്ല. എന്ത് ശാസ്ത്രീയ അടിത്തറയുള്ളതിന്? കേരളത്തിൽ ഞാൻ പഠിച്ച 25 വർഷം മുമ്പ് തുടങ്ങിയ ഇന്ത്യയിൽ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് കോഴ്സ് ആരംഭിച്ച്, മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് കോഴ്സ് ആരംഭിച്ച അച്ഛൻമേനോൻ സെൻ്റർ ഉണ്ട്. കോവിഡ് വന്നു, നിപ്പ വന്നു, ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് സെൻ്ററാണ്, പബ്ലിക് ഹെൽത്ത് പഠിപ്പിക്കുന്ന സെൻ്ററാണ്. എന്താണ് ഈ പ്രസ്ഥാനത്തിന്? ലോക പ്രശസ്തരാണ് ഇവിടെ. ഡോക്ടർ രാമൻകുട്ടി വരെ അടുത്താലും വരെ. എന്താണ് ഈ പ്രസ്ഥാനത്തെ സഹകരിപ്പിക്കാത്തത്? കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, വേറെ സ്വകാര്യ മേഖലയിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്ത്, ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. ഈ അനീഷോ ഇവരെ ഉൾപ്പെടെയൊക്കെ ഒരുപാട് മിടുക്കന്മാരെ ഡോക്ടർ ആരോഗ്യവകുപ്പിലുണ്ട്. ഞാനും ആരോഗ്യവകുപ്പിൽ പ്രവർത്തിച്ചതാണ്. പക്ഷേ നേതൃത്വത്തിന് പ്രശ്നമുണ്ട്. ഈ കോവിഡിനെ പറ്റി, നിപ്പയെ പറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് മുഴുവൻ ഡേറ്റയും പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് അത് ഉപയോഗിക്കുന്നുമില്ല. എത്ര ശാസ്ത്രലേഖനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? വേറെ ആരും ഗവേഷണത്തിന് അനുവദിക്കുന്നുമില്ല. ഗവൺമെൻറ് മാത്രം. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയൊക്കെയാണ് സയൻറ്റിഫിക് പബ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടറോടെ പോയി ഇത്രയും ദിവസമായാലും നിങ്ങൾ ഇത് നിസ്സാര കാര്യമല്ല ഞാനീ പറയുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും പുതിയ പൊതുജനാരോഗ്യ ബില്ലുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ അധികാരി DHS ആണ്, ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. എവിടെ ഈ DHS? ഓരുണ്ടായിരുന്ന DHS കോവിഡ് കാലത്ത് ഇട്ടിട്ടോടി. അതിൻ്റെ കാരണങ്ങൾ വേറെയുണ്ട്. 2 വർഷം ഒഴിഞ്ഞു കിടന്നു. ആരോഗ്യമന്ത്രിമാർ വരും പോവും. അത് നിസ്സാരമായിട്ട് എടുക്കരുത്. നമുക്ക് വ്യക്തിപരമായിട്ട് ആരോടും ദേഷ്യമില്ല. ഒരു സിസ്റ്റത്തിനെ തകർക്കരുത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഫൗച്ചിയെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് നമുക്കൊക്കെ എതിർപ്പുള്ള, അല്ലെങ്കിൽ പലർക്ക് എതിർപ്പുള്ള ട്രംപ് സംസാരിച്ചിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഫൗച്ചിയാണ് പറയുന്നത് ശരി, യാഥാർത്ഥ്യം പറയുന്നത്. ഇവിടെ ആരോഗ്യമന്ത്രിയുടെ വലതും ഇടതും ഇരിക്കേണ്ടത് ആരോഗ്യവകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമാണ്. അവരവിടെ പോയി. ഇത് മന്ത്രിമാർക്കുള്ള വൺ മാൻ ഷോയ്ക്കും പത്രസമ്മേളനത്തിനുണ്ട്. ഇത് ഞാനൊക്കെ പറഞ്ഞത് വളരെ കൺസേണോടി പറയുകയാണ്. അതുകൊണ്ടാണ് ഇക്ബാൽ സാറിനും ഡോക്ടർ രാമൻകുട്ടി സാറിനും ഒക്കെ ഇത് പറയേണ്ടി വരുന്നത്. മന്ത്രിമാർ അവരുടെ പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എടുത്തു, പക്ഷേ ആരോഗ്യവകുപ്പിന് ഇത് വിട്ടുകൊടുക്കണം. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് എന്താ ഇതിനകത്ത് ഉത്തരവാദിത്വം? അവരില്ലേ പറയേണ്ടത്? മന്ത്രിയാണ് പറയേണ്ടത് ശാസ്ത്രീയ കാര്യങ്ങൾ. എപ്പിഡമിയോളജിയെ പറ്റി മന്ത്രിയാണ് പറയേണ്ടത്. മന്ത്രിയാകുമ്പോൾ പെട്ടെന്ന് മെഡിക്കൽ ഡിഗ്രിയോ നഴ്സിംഗ് ഡിഗ്രിയോ ഒന്നും കിട്ടുന്നില്ല. മന്ത്രിമാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. വിശ്വാസ്യത വേണമെങ്കിൽ ആരോഗ്യം അറിയുന്നവരെ കൊണ്ട് പറയിക്കണം. അതിവിടെ നടക്കുന്നില്ല. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അല്ല, പക്ഷേ ഈ പറയുന്ന വിശ്വാസ്യതയുള്ള ആരോഗ്യ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ ഒക്കെ അവിടെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ജനങ്ങളോട് സംവദിക്കുക എന്ന് പറയുന്നത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമല്ലേ? മന്ത്രിമാരായിക്കോട്ടെ, മന്ത്രിമാർ അവർ പൊളിറ്റിക്കലായിട്ട് തീരുമാനങ്ങൾ എടുത്തോട്ടെ. ഞാൻ പറഞ്ഞതല്ല. ഇതിന്റെ നേതൃത്വം മന്ത്രിമാർ, ഇന്നത്തെ മന്ത്രി നാളെ മന്ത്രിയാവും നമുക്കറിയില്ല, അല്ലെങ്കിൽ വേറെ വകുപ്പിന്റെ ആയിരിക്കും. ആരോഗ്യവകുപ്പ് 25-26 വയസ്സിൽ ആരോഗ്യവകുപ്പിൽ കയറുന്ന ആളാണ് 50 വയസ്സ് കഴിയുമ്പോഴത്തെ ആരോഗ്യ ഡയറക്ടറാകുന്നത്. അവർക്കാണ് വിഷയം അറിയുന്നത്. അവർക്ക് നേതൃത്വം. ഇത് വളരെ അടിസ്ഥാനപരമായ വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. അത് പലർക്കും സർക്കാരിലേക്ക് ഇരിക്കുന്നവർക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല, പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ആരോഗ്യവകുപ്പ് നയിക്കേണ്ട ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. അത് പുതിയ നയത്തിലുമുണ്ട്, പുതിയ ബില്ലിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ? അവരെ കൊണ്ട് നേതൃത്വം കൊണ്ട് കൊടുക്കേണ്ട. അവർ ഇപ്പോൾ DGPയെ തളർത്തിയ കോൺസ്റ്റബിളും തളരും. അതാണല്ലോ സംഭവിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ കഴിവില്ലാത്തവരെ മാറ്റണം. എത്രയോ അഡീഷണൽ ഡയറക്ടർമാരുണ്ട്, അതിലയാളെ പിടിച്ച് ഡയറക്ടറാക്കണം. ഈ ആരോഗ്യ സാങ്കേതിക നേതൃത്വത്തിന് അവർ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണ്, അവർ ആശുപത്രി ഇരിക്കുന്നവരല്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ഉണ്ട്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് ഈ പറയുന്നതിനൊന്നും ആർക്കും എതിർപ്പുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപവാദ പ്രചാരണം അതെനിക്കത് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കില്ല. പക്ഷേ ഇത് പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ആരും ഭയക്കേണ്ട കാര്യം. അതുകൊണ്ട് എനിക്ക് യാഥാർത്ഥ്യം പറയാൻ പറ്റുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് നയിക്കേണ്ടത്. അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അവരെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്, അഡീഷണൽ ഡയറക്ടർമാർ ഉൾപ്പെടെ. അല്ല, അതിങ്ങനെ ആരോഗ്യമന്ത്രി ഹൈജാക്ക് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇപ്പോൾ ആരോഗ്യമന്ത്രി അവിടെ പോയില്ല എങ്കിൽ, ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയില്ലെങ്കിൽ, ജനങ്ങളോട് കൃത്യമായ ബോധവൽക്കരണം നടത്തിയില്ല എങ്കിൽ പറയില്ലേ ആരോഗ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കില്ലേ? ഇതിപ്പോ ആരോഗ്യവകുപ്പ് ഡയറക്ടർ എവിടെ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കില്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി എവിടെയെന്ന്? മന്ത്രി പോണേ നമുക്ക് എതിർപ്പില്ല. മന്ത്രി ഞാൻ പറഞ്ഞത് ഇത് ആരോഗ്യവകുപ്പിൽ ഒന്നും വേണ്ട. ഡോക്ടർ ഇക്ബാലോടും ചോദിക്കാം, ഞാൻ പറയുന്നത് ശരിയാണോ? അദ്ദേഹം എഴുതിയിട്ടില്ല ഫേസ്ബുക്കിൽ. നമ്മുടെ രോഗനിരീക്ഷണ സംവിധാനം തകർന്നിട്ടുണ്ട്. ഇപ്പോൾ നിപ്പ വന്നിട്ട് ഭാഗ്യത്തിന് കൂടുതൽ പേരിൽ പടരായിരുന്നു കഴിഞ്ഞാൽ അൽത്താഫ് പറഞ്ഞു അത് നമുക്ക് ഭാഗ്യമെന്ന് വിചാരിക്കാം. പക്ഷേ അതിനുള്ള മുൻകരുതലുകളോ അതിനുള്ള മുന്നൊരുക്കങ്ങളോ നമ്മുടെ നാട്ടിൽ കുറവാണ്. അത് നടക്കാത്തത് ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്.
അതാണ് എന്നെപ്പോലുള്ള രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടതും വലതും ഒക്കെ ഡോക്ടർമാർ ഈ വിഷയം പറയുന്നത്. സർക്കാരിലിരിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല പേടിച്ചിട്ട്. ആ സർക്കാർ സംവിധാനം ഇപ്പോൾ അങ്ങനെയാണ് ഓടുന്നത്. ഇതൊരു പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. ആരോഗ്യവകുപ്പിന് നേതൃത്വം ആരോഗ്യവകുപ്പിന് കൊടുക്കണം. മന്ത്രിമാർ എന്ത് വേണോ ചെയ്തോ. പക്ഷേ ഈ സിനിമ എടുക്കലും അല്ലെങ്കിൽ മന്ത്രി പിടിച്ചു കെട്ടി അങ്ങനെയൊന്നും പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. ആരും പിടിച്ചു കെട്ടിയതല്ല. ആ രോഗം തന്നെ ഒന്നാണ്. കൂടുതൽ വരാതിരിക്കാൻ നമുക്ക് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരും നഴ്സുമാരും അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും ഇടപെടുന്നതുകൊണ്ടാണ്. അതിന് മന്ത്രിസഭ